പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനകയും അതുപോലെ തന്നെ നന്ദുവും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കനകയുടെ ചേച്ചി നവ്യയ്ക്ക് കൊണ്ടു കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാ അത് മാത്രമായിട്ട് കൊണ്ടേ കൊടുക്കുക എന്നുള്ള കാര്യം കനക ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വർണത്തിന്റെ താലവും കൂടി മേടിച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പറയാണ്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നന്ദു. നീ അങ്ങനെയൊന്നും പറയണ്ട, ശരിക്കും അവളുടെ അടുത്തേക്ക് പലഹാരങ്ങൾ മാത്രമല്ല അവൾക്കും അവനുള്ള ഇടാനുള്ള ഡ്രസ്സും അവളുടെ തലയിൽ ഒരുപാട് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് നല്ല ആഘോഷപരമായിട്ട് ചടങ്ങുകളൊക്കെ നടക്കണം. പക്ഷേ അതിനു വേണ്ടിയിട്ട് പണം വേണമെന്നൊക്കെ പറയാണ് കേട്ടോ. അമ്മയ്ക്ക് ഇപ്പൊ കിട്ടിയതൊന്നും പോരെ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഒരുപാട് കടങ്ങള്, അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇതും കൂടി എടുത്ത് തലയിൽ വെക്കാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരുന്നോണം. എന്തായാലും നിന്റെ അടുത്തു നിന്നൊന്നും ഞാൻ പണം മേടിക്കുന്നില്ല, എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. ചെന്ന് നോക്കുന്ന നന്ദുവും പറയുന്നുണ്ട്. അങ്ങനെ കനക ചെന്നിട്ട് കുറച്ച് പൈസയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-60 രൂപയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പൂജാമുറി പോയിട്ട് ഒരു കുഞ്ചി എടുത്തിട്ട് ചുറ്റികയായിട്ട് വന്നുകൊണ്ട് നേരെ നന്ദുവിൻ്റെ മുമ്പ് കൊണ്ട് ഇരിക്കുകയാണ്. ചുറ്റിക കൊണ്ട് ആ കുഞ്ചി പൊട്ടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ നന്ദു. ഇത് ഞാനിട്ട പൈസയാണ്, എൻ്റെ കുഞ്ചി, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കുന്നുണ്ടത്. അങ്ങനെ വലിയ കാര്യത്തിൽ കുഞ്ചിയൊക്കെ പൊട്ടിച്ച് അത് കോയിനും നോട്ടൊക്കെ എണ്ണി നോക്കുമ്പോൾ ആ സമയത്ത് ആകെ 300 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിനകത്ത്. ഇതിനകത്ത് ആകെ 300 രൂപയുള്ളെന്ന് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് കനക നന്ദുവിൻ്റെ അടുത്ത് പറയണേ. ഇത് കേട്ട നന്ദു പറയുന്നത്, അമ്മ ഇപ്പൊ പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു 10-25,000 രൂപയെങ്കിലും വേണ്ടി വരും. 300 രൂപ കയ്യിൽ വെച്ചിട്ടാണ് 25,000 രൂപയുടെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നത്. അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടി പറഞ്ഞേക്കുന്ന രീതിയിൽ കനകയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ നന്ദു. തുടർന്ന് അങ്ങോട്ടേക്ക് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഗോവിന്ദ് സാറ് ഇവിടെ പണം തരാൻ വേണ്ടി പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേക്കും പണമോ എന്ന് ചോദിച്ചും കൊണ്ട് കനക വേഗം ചെന്നിട്ട് അയാളുടെ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്. അത് 5,000 രൂപയാണ് കേട്ടോ ഉള്ളത്. 5,000 രൂപ കയ്യിൽ കിട്ടുമ്പോഴേക്കും കനക വീണ്ടും കൊട്ടാരം കിട്ടുന്ന പോലെ ആഗ്രഹങ്ങളൊക്കെ പറയാണ്. നീ പറഞ്ഞ പോലെ 25,000 രൂപേന്റെ ഫംഗ്ഷൻ ഒന്നും ഇല്ലെങ്കിലും ചെറിയ 5,000 രൂപയ്ക്ക് തട്ടിമുട്ടിയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നടത്താമെന്ന് പറയണേ. അങ്ങനെ പൈസയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോഴാണ് 3 പേര് വേറെ വരുന്നത്. എന്നിട്ട് ഗോവിന്ദൻ പണം വന്നിട്ട് മേടിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയാണ്. ഒരാൾക്ക് 2,500, ഒരാൾക്ക് 1,000, പിന്നെ ഒരാൾക്ക് 1,000, അങ്ങനെ മൊത്തം കൊടുത്ത് ആകെ ബാക്കിയായിട്ടുള്ളത് 500 രൂപയാണ് കേട്ടോ. കനക പറയുന്നുണ്ട്, പണം മേടിച്ചിട്ട് ആൾക്കാർ പോയതിന് ശേഷം നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, കയ്യിൽ പണം വന്നു എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ പുറകെ തന്നെ ആൾക്കാർ വന്നിരിക്കുകയാണ് പണം മേടിക്കാൻ. അയാൾ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ. അമ്മയ്ക്ക് തോന്നുന്ന പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നന്ദു ഓടുന്ന് പോവാണ്. തുടർന്ന് കാണിക്കുന്നത് നയനയാണെങ്കിൽ ഫോണും പിടിച്ചിട്ട് ഓടി വരികയാണ് കേട്ടോ സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട്. ആ സമയത്താണ് നമ്മുടെ ആദർശ് ആ വഴിയെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും കറക്റ്റ് സമയത്താണ് ബ്രേക്ക് പിടിച്ചതെന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ബ്രേക്ക് പിടിച്ചില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ മേലിരുന്നതിനെ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ആദർശ്. ഞാൻ കാർ ഓടിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ക്ലാസ് തുടങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പോവാം എന്ന് ആദർശ് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നയന. എന്നിട്ട് ആർപ്പ് വിളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കിടന്ന് ഒച്ച ഉണ്ടാക്കാതെ എന്ന് ആദർശ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നയന കേൾക്കുന്നില്ല. ഭയങ്കര സന്തോഷത്തിൽ ഫോണും പിടിച്ചൊരു ഒറ്റ ഓട്ടാണ്. തുടർന്ന് നയനയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കനകയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കനകയും അതുപോലെ തന്നെ ഗോവിന്ദനും നന്ദുവും കൂടി ഇരിക്കുന്നുണ്ട്. അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടിട്ട് നന്ദു പറയുന്നുണ്ട് അമ്മ തന്നെ ചെന്ന് എടുത്തോ എന്നുള്ള കാര്യം. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നയനയാണ് ഫോണിൽ വിളിച്ചിരിക്കുന്നത്. നയനയാന്ന് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ലൗഡ് സ്പീക്കറിലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് ഫോൺ എവിടുന്ന് കിട്ടി? തുടർന്ന് നമ്മുടെ നന്ദുവും ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മായിമ്മ എടുത്ത് വെച്ച ഫോൺ നൈസായിട്ട് എടുത്തിട്ട് വിളിക്കുകയാണല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് അമ്മ ഫോൺ തിരിച്ചു തന്നു എന്നുള്ള കാര്യം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നയന പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദുവിനും അതുപോലെ തന്നെ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് അമ്മ എനിക്ക് തിരിച്ചു തന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. മോൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് മോൾക്ക് എന്നും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയാണ് കേട്ടോ കനക. അമ്മേ, ഞാൻ ഇനി പിന്നെ വിളിക്കാം, എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഫോണിലേക്ക് വിളിച്ചാൽ മതി, എൻ്റെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ. എനിക്ക് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയും വിളിച്ച് ചോദിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിളിക്കാമെന്ന് പറയണേ. അങ്ങനെ വെക്കട്ടെ എന്ന് പറഞ്ഞ് വെക്കുമ്പോഴേക്കും മോളെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യയുടെ
കാര്യങ്ങളെക്കുറിച്ച് പറയാണ് കേട്ടോ. അവൾക്ക് ഒരു ചടങ്ങ് പോലെ ഈ സമയത്ത് നടത്തണം, അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യണം മോളെ, അതെങ്ങനെ ചെയ്യാണ്ടിരിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് കരുതുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അതിനൊക്കെ ഒരുപാട് പണം വേണ്ടെന്ന് ചോദിക്കാണ് കേട്ടോ നയന. അതെ, പൈസയൊക്കെ വേണം, പക്ഷെ അതിനെക്കുറിച്ചൊന്നും മോൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും അമ്മയെ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് വിളിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കനക ഫോൺ വയ്ക്കുന്നത്. പക്ഷേ നയനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവാണ് കേട്ടോ. ഫോൺ വെച്ചിട്ട് നയനയ്ക്കാണെങ്കിൽ ആകെ കലിതുള്ളി നിൽക്കുകയാണ്. എല്ലാം അവള് കാരണമാണ്. ചേച്ചിക്ക് ഗർഭമില്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെയാണ് പ്രശ്നമാവാൻ വേണ്ടി പോകുന്നത്. അവൾ എവിടെ നോക്കി ദേഷ്യത്തോടു കൂടി ചെല്ലുകയാണ് നയന. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി ഇങ്ങനെ എവിടെ ഇരിക്കുകയാണോ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ഒപ്പിച്ച് വെച്ചു, ഞാനിവിടെ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല, ചേച്ചി ഗർഭിണിയാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവരോടും പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഗർഭിണിയാണെന്ന് കരുതിയിട്ട് അമ്മ ഇങ്ങോട്ട് ഓരോ ചടങ്ങെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഗർഭിണിയല്ല എന്നുള്ള സത്യം ഇവിടെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞതാണെന്നുള്ള കാര്യം എല്ലാവരും പറയും. അമ്മയെ ഒന്നാമത് ഇവിടെ എല്ലാവരും കള്ളം പറയുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അമ്മ കള്ളം പറഞ്ഞിട്ടല്ലേ? നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കല്ലോ അമ്മ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, ഭയങ്കര പുണ്യാവതിയാണ് എന്നുള്ള കാര്യം. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം. ചേച്ചിക്ക് ഒരു കാര്യം ഒരു പ്രശ്നമല്ല, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് ഓടിപ്പിക്കാനുള്ള പരിപാടിയല്ലേ, അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ചേച്ചി ഈ പറഞ്ഞ കള്ളം കൊണ്ട് അമ്മ ഇവിടേക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തെ പണം ഇല്ലാണ്ടിരിക്കല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ അമ്മേനെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യ്, പറഞ്ഞേക്ക് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരണ്ട, അമ്മയൊന്നും കൊണ്ടുവരുന്ന ചീപ്പ് ഡ്രസ്സൊന്നും ഞാൻ ഇനി ധരിക്കില്ല എന്ന് പറയാണ് കേട്ടോ. ചേച്ചി കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറന്നുകൊണ്ട് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പം എന്താണോ നടക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് സമയം കളയാൻ വേണ്ടിയിട്ട് എന്നെ കിട്ടില്ല എന്നാണ് കേട്ടോ നവ്യ പറയുന്നത്. നിന്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ദേഷ്യത്തോട് കൂടിയിട്ട് നവ്യയ്ക്ക് അരികെ നിന്ന് പോവാണ് കേട്ടോ. തുടർന്ന് നയന വീണ്ടും കനകയെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിളിക്കുന്ന ഉടനെ തന്നെ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ വിളിച്ച ഉടനെ തന്നെ പ്രശ്നമുണ്ടെന്നാണോ അമ്മ അതിനർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട്. നയന എന്ന് പറയുന്നത് പ്രശ്നം എന്നാണോ അർത്ഥം എന്ന് ചോദിക്കുകയാണേ. അങ്ങനെയല്ല മോളെ, നീ വിളിച്ച ഉടനെ തന്നെ വീണ്ടും വിളിച്ചല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ഞാൻ വിളിച്ചത് അമ്മ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, അങ്ങനെ ഒരു ഫംഗ്ഷൻ വേണ്ട എന്ന് ഇപ്പം എനിക്ക് തോന്നി, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? എനിക്ക് അമ്മയുടെ അടുത്ത് സത്യങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. നയനയ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവളെ കാര്യമൊന്നും മോൾ ആലോചിക്കണ്ട, ഞങ്ങൾ വരുന്നത് അവൾക്ക് വേണ്ടിയിട്ടല്ല, അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം മോളെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരമ്മയായിട്ട് എനിക്ക് ഇതുപോലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ മോളെ അമ്മയെന്ന് പറഞ്ഞാൽ നടക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അതൊന്നുമല്ല അമ്മ, എന്തിനാ വെറുതെ പണം കളയുന്നത്, ഒന്നാമത് കയ്യിൽ പൈസ ഇല്ലാണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോളെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, അമ്മ പറഞ്ഞതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ നയനയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയത്താണ് കേട്ടോ പുറത്ത് പലിശക്കാരൻ ഗുണ്ടകളുമായിട്ട് വന്നിരിക്കുന്നത്. അവര് ഗോവിന്ദനെ വിളിക്കുന്ന ആ ടോൺ ഓഫ് വോയിസ് കേൾക്കുമ്പോൾ തന്നെ നയനയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. ആരാ അമ്മ വന്നത്, എന്താ അച്ഛനെ അങ്ങനെ വിളിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് മോളെ അച്ഛൻ്റെ ഫ്രണ്ടാണ് വന്നത്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് സൈലന്റ് ആക്കി ഇടുന്നുണ്ട് കേട്ടോ ഫോണ്. പക്ഷെ നയനയ്ക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് നയന ഫോണ് വീണ്ടും വീണ്ടും വിളിക്കണം. അങ്ങനെ വൈബ്രേഷനിലാണ് ഫോൺ ഉള്ളത്. പലിശക്കാരൻ വന്നിരിക്കുന്നത് പണം കൊടുത്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം തന്നെ വീട് വിട്ട് ഇറങ്ങണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാനാണ് കേട്ടോ. അങ്ങനെ ഫോൺ റിങ് ചെയ്ത് താഴെ വീഴുന്ന സമയത്ത് കോൾ അറ്റൻഡ് ആവുകയാണ്. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നയന കേൾക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് മക്കളുടെ കല്യാണം നടത്തി എന്നുള്ള സത്യം കൂടി നയന മനസ്സിലാക്കുകയാണ്. അങ്ങനെ നയനയുടെ അടുത്ത് ഈ സത്യം മറച്ചു വെച്ചതിൻ്റെ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ നയന ഉള്ളത്. അത് കഴിഞ്ഞ് കനകയാണെങ്കിൽ നന്ദുവിൻ്റെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. നവ്യനെ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് വാങ്ങേണ്ട സാധനങ്ങളുടെ പൈസ ഇല്ലാത്ത സമയത്ത് ഇത്രയും വലിയ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മേടിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറയാണ്. നോക്കട്ടെ അച്ഛൻ്റെ കയ്യിൽ എന്തോരം പണം ഉണ്ടെന്ന്, അതിനനുസരിച്ചിട്ട് മേടിച്ച് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ നന്ദും കനകയും കൂടിയിട്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് കേട്ടോ. അനിയുടെ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ മോനെ നീ സാധനമൊക്കെ മേടിച്ച് വന്നിരിക്കുന്നത്? അതെ, ഇവിടെ അടുത്തൊരു സ്റ്റോറിനകത്ത് ഒരുപാട് വിലക്കുറവിൽ സാധനം കിട്ടുമെന്ന് കണ്ടു, അപ്പോൾ വീട്ടിലേക്ക് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്കും വാങ്ങിയാന്ന് പറയുമ്പോൾ
നന്ദുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞങ്ങളെന്താ പിച്ചക്കാരായിട്ടാണോ നീ കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇനി വരുന്നൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്.